യേശുക്രിസ്തുവിനെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മൂല്യബോധമുള്ള ക്രൈസ്തവ സമൂഹം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ഗുഡ് മോർണിംഗ്. എക്സൽ മീഡിയ ഒരുക്കുന്ന ഇന്നത്തെ ചിന്ത എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായമാണ്. ഓരോ അധ്യായങ്ങളും നമ്മൾ പഠിച്ചു വരികയാണല്ലോ, അതുകൊണ്ട് ലേഖന പശ്ചാത്തലത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എബ്രായ ലേഖനം യേശുക്രിസ്തുവിന്റെ നിസ്തുല്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ലേഖനമാണ്. അവിടുന്ന് എല്ലാവരെക്കാളും ശ്രേഷ്ഠൻ. 3-ാം അധ്യായത്തിൽ അവിടുന്ന് മോശയേക്കാൾ ശ്രേഷ്ഠൻ എന്നാണ് അദ്ദേഹം എഴുതുന്നത്. കാരണം ആദിമ ക്രൈസ്തവ വിശ്വാസികള് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നവരാണ്. തീച്ചുളയിൽ എന്ന പോലെയാണ് അവർ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് പല ആളുകളും വിശ്വാസമാർഗം വിട്ട് തിരികെ പോകാൻ അവർ തയ്യാറായി. പ്രശ്നങ്ങളാണ് അതിന് കാരണം. അപ്പോൾ യഹൂദ മത നേതാക്കന്മാർ മോശയെ ഉയർത്തിക്കാണിച്ച് മോശ മുഖാന്തരം ലഭിച്ച ന്യായപ്രമാണമാണ് രക്ഷയ്ക്ക് കാരണം എന്ന് വ്യക്തമാക്കുമ്പോൾ, പരീശന്മാരിൽ പരീശനായിരുന്ന, ന്യായപ്രമാണം നന്നായി പഠിച്ചിരുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ന്യായപ്രമാണം കൊണ്ടുവന്ന മോശയേക്കാൾ അവിടുന്ന് ശ്രേഷ്ഠനാണ്. മോശ ഒരു രാജാവായിരുന്നില്ല, അദ്ദേഹം ഒരു മഹാപുരോഹിതനായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, മോശ ദൈവമാക്കി വെച്ച എല്ലാ ഇടങ്ങളിലും താന് വിശ്വസ്തനായിരുന്നു എന്നാണ്. മോശയെ താഴ്ത്തിക്കെട്ടുകയല്ല അവിടെ പറയുന്നത്, എന്നാൽ മോശയേക്കാൾ ശ്രേഷ്ഠനായ ഒരുവൻ, മോശയെയും നിയോഗം കൊടുത്ത് പറഞ്ഞയച്ച ഒരുവൻ, അവിടുന്നാണ് യേശുക്രിസ്തു എന്നാണ് പൗലോസ് വ്യക്തമാക്കുന്നത്. ഓരോ വാക്യങ്ങളും വായിച്ച് ധ്യാനിക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ പഠന സൗകര്യാർത്ഥം 2 ഭാഗമായി തിരിക്കാം. 1-ാമത്തെ ഭാഗം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. അവിടുന്ന് മോശയേക്കാൾ ശ്രേഷ്ഠൻ. തുടക്കത്തിൽ തന്നെ പറയുന്നു, ആകയാൽ വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുക്രിസ്തു ഒരു സാധാരണ ദൈവം എന്ന് പറഞ്ഞാൽ 33 കോടി ദേവന്മാർ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അതിലൊരു ദൈവം എന്നല്ല പറയുന്നത്. അവിടുന്ന് മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി കടന്നു വന്ന രക്ഷകനാണ്. ഒരേ സമയം രാജാവും മഹാപുരോഹിതനുമാണെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക. അത് മാത്രമല്ല, അവിടുന്ന് ശ്രേഷ്ഠ അപ്പോസ്തലനാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ആരെന്നറിയുമ്പോഴാണ് യേശുവിനെ അനുധാവനം ചെയ്യാനുള്ള താല്പര്യം നമുക്കുണ്ടാകുന്നത്. നാം അറിയണം നമ്മുടെ കർത്താവ് ആരാണ്. ചിലർക്ക് യേശു ഒരു നേതാവാണ്, ഒരു മതനേതാവാണ്, ഒന്നുമല്ലെങ്കിൽ ഒരു എബ്രായനായ മാതാപിതാക്കൾക്കുണ്ടായ ഒരു സാധാരണ മനുഷ്യൻ, ഒരു തച്ചന്റെ മകൻ. എന്നാൽ പൗലോസ് പറയുന്നു, അല്ലവേ അല്ല, അവിടുന്ന് സൃഷ്ടാവാം ദൈവമാണ്, അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. അതാണ് 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. എന്നാൽ 7-ാമത്തെ വാക്യം മുതൽ വിശ്വാസ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ ഭാഗങ്ങളൊക്കെ പിന്നാലെ വായിക്കാം. അതിന്റെ 7-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെ അവിടെ ചില നിർദ്ദേശങ്ങൾ പറയുന്നു. യേശുവിനെ അനുധാവനം ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കേണ്ട പ്രായോഗിക ജീവിത വശങ്ങൾ. 1, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി നാം മാറണം. യേശു പഠിപ്പിച്ചത് ശത്രുക്കളെ സ്നേഹിക്കാനല്ലേ, തമ്മിൽ സ്നേഹിക്കുവാനല്ലേ, കലഹം ഉണ്ടാക്കാനല്ലല്ലോ. യേശു യുദ്ധത്തിന്റെ ആഹ്വാനം നൽകിയില്ല. പ്രിയമുള്ളവരെ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. 2, പാപത്തിന്റെ ചതിയിൽ വീണു പോകരുത്. ഈ ലോകം, ജഡം, പിശാച്, ഇവ 3 ഒരു വിശ്വാസിക്ക് നേരെ കെണികൾ ഒരുക്കും.
പക്ഷെ നാം ആ ചതികളെ കണ്ട് ഒഴിഞ്ഞു മാറണം, അതിനെ അതിജീവിക്കുന്നവരായി മാറണം. 3, പ്രബോധനം മുറുകെ പിടിക്കുക. നമുക്കിതിനെയൊക്കെ ജയിക്കണമെങ്കിൽ വചനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകൾ ആവശ്യമാണ്. ദൈവവചനം വായിക്കുന്ന ശീലം ഉണ്ടാകട്ടെ, സന്ദേശങ്ങൾ കേൾക്കുന്ന ശീലം ഉണ്ടാകട്ടെ, പ്രാർത്ഥിക്കുന്ന ശീലം നമുക്കുണ്ടാകട്ടെ. അങ്ങനെ പ്രബോധനം മുറുകെ പിടിക്കുക. വീണ്ടും പറയുന്നു, നാം മത്സരികളായി മാറരുത്. കാരണം ഇങ്ങനെയൊക്കെ ജീവിച്ച ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലിട്ട് ദൈവം കൊന്നുകളഞ്ഞു. അവർക്ക് ദൈവം ഒരുക്കിയ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ലഘു പ്രബോധനം യേശു ക്രിസ്തുവിനെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മൂല്യബോധമുള്ള ക്രൈസ്തവ സമൂഹമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.